നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്ത. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തലയോലപ്പറമ്പിൽ അരങ്ങുണർന്നു. നാടോടി നൃത്തവേദിയിൽ രക്ഷിതാക്കളും സംഘാടകരും തമ്മിൽ വാക്കേറ്റം. കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. പരശുരാം എക്സ്പ്രസിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കന്യാകുമാരി, തിരുവനന്തപുരം സ്വദേശികൾ. പ്രതികളെ റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയത്ത് വയോജനങ്ങൾ ധർണ നടത്തി. വയോജനങ്ങളുടെ ആവശ്യങ്ങളെ സർക്കാർ പരിഗണിക്കണമെന്ന് VB ബിനു. വാർത്തകൾ വിശദമായി. 35ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബേപ്പൂർ സുൽത്താന്റെ നാട്ടിൽ അരങ്ങുണർന്നു. ആകാശമിഠായി എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവത്തിന്റെ മുഖ്യവേദി തലയോലപ്പറമ്പ് AJJM ഹയർ സെക്കൻഡറി സ്കൂളാണ്. CK ആശ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അനശ്വര സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിഠായി എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. തലയോലപ്പറമ്പ് AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ബുധനാഴ്ച രാവിലെ AJJM സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആകാശമിഠായി എന്ന പേര് ജാതിക്കും മതത്തിനും അതീതമാണ്. കലകൾ ജാതിക്കും മതത്തിനും അതീതമാണ്. കുഞ്ഞു മനസ്സുകൾ വളർന്നു വരുന്ന നിങ്ങൾക്ക് നൈർമല്യമുള്ള മനസ്സിന്റെ ഉടമകളായി മാറണമെങ്കിൽ നിങ്ങൾക്കും ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു മനസ്സും പ്രവൃത്തിയും ചിന്തയും ഉണ്ടാകണം. ചിന്തയാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് തെറ്റുപറ്റി പോകുന്നത്. നമുക്കൊരു നിലപാടുണ്ടാവണം. ആ നിലപാട് നമ്മുടെ കൃത്യമായ തെളിഞ്ഞ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മോളൻ, വൈസ് പ്രസിഡന്റ് ലിസാമ ജോസ്, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. AJJM സ്കൂൾ കൂടാതെ സെന്റ് ജോർജ് HSS വൈക്കം, മുഹമ്മദ് ബഷീർ സ്മാരക VHSS, ഗവൺമെന്റ് LPS, IMA ഹാൾ, KR ഓഡിറ്റോറിയം, തലയോലപ്പറമ്പ് ഗവൺമെന്റ് UPS തുടങ്ങിയവയാണ് മറ്റ് വേദികൾ. ജില്ലയിലെ 15 സബ് ജില്ലകളിലെ 5000-ഓളം വിദ്യാർത്ഥികളാണ് 300-ലധികം ഇനങ്ങളിലായി മത്സരിക്കുന്നത്. ഗോത്രകലകളും ഇത്തവണ മത്സര ഇനത്തിലുണ്ട്. ഇരുള നൃത്തം, പാണിയ നൃത്തം, മംഗലം കളി തുടങ്ങിയ ഗോത്രകലാരൂപങ്ങളാണ് പുതിയ മത്സര ഇനങ്ങൾ. കലോത്സവം ഈ മാസം 30-ന് സമാപിക്കും. ശനിയാഴ്ച വൈകുന്നേരം 3:30-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ കലോത്സവ വേദിയിൽ വാക്കേറ്റം. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്ത വേദിയിലാണ് രക്ഷിതാക്കളും സംഘാടകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. സൗണ്ട് സിസ്റ്റത്തിന്റെയും വേദിയിൽ വിരിച്ചിരിക്കുന്ന മാറ്റിന്റെയും അപാകതകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു നാടോടി നൃത്തത്തിനായി വേദി ഒരുക്കിയിരുന്നത്. വേദിയിൽ വിരിച്ചിരുന്ന മാറ്റ് മത്സരത്തിനിടെ തെന്നി മാറിയതുമൂലം മത്സരാർത്ഥികൾക്ക് ചുവട് പിഴച്ചു. ചിലർ വഴുതി വീഴാനും തുടങ്ങി. രക്ഷിതാക്കൾ ഇത് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഉയർത്തുന്നതിനിടെ സൗണ്ട് സിസ്റ്റം അവതാളത്തിലായി. ഇതോടെ രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമായി. സംഘാടകരുമായി വാക്കേറ്റവും ആരംഭിച്ചു. തുടർന്ന് മത്സരം നിർത്തിവെച്ചു. വേദിക്ക് വെളിയിൽ രക്ഷിതാക്കളും സംഘാടകരുമായി തർക്കം തുടർന്നു. സൗണ്ട് സിസ്റ്റത്തിന്റെ അപാകതകൾ ഉടൻ തന്നെ പരിഹരിച്ചെങ്കിലും വേദിയിലെ മാറ്റിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം രക്ഷിതാക്കൾ തുടർന്നു. ഇതേ തുടർന്ന് പുതിയ മാറ്റെത്തിച്ച് വേദിയിൽ വിരിച്ചു. ഇതിനുശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. എന്നാൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം തുടർന്നു. രക്ഷിതാക്കളിൽ ചിലർ മത്സര വിധികർത്താക്കളുമായി സംസാരിക്കാൻ ശ്രമിച്ചത് സംഘാടകർ തടഞ്ഞു. ഒടുവിൽ പ്രധാന വിധികർത്താവ് തന്നെ വിഷയത്തിൽ ഇടപെട്ടു. ഇവിടെ നമുക്ക് ഇപ്പോൾ സ്റ്റേജിൽ ചില മിസ്റ്റേക്ക് ഒരു പ്രോബ്ലം വന്നു സൗണ്ട് സിസ്റ്റത്തിൻ്റെ. അത് നമുക്ക് ടെക്നിക്കലാണ് എല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാം മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. വന്ന് കഴിയുമ്പോഴേ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സംഘാടകർ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിൻ്റെ ഇപ്പം നല്ല രീതിയിൽ അത് ഫ്ലോറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മത്സരം കണ്ടിന്യൂ ചെയ്യാം. കുട്ടികളുടെ നല്ലൊരു സന്തോഷകരമായ ഒരു ഉത്സവമാണ്. അപ്പം അത് അതേ രീതിയിൽ തന്നെ പോകണം. അത് നമുക്ക് അറിയാം, ചില സമയത്ത് മിസ്റ്റേക്ക് വരും. ചില സമയത്ത് അത് സൗണ്ട് സിസ്റ്റം നമ്മുടെ കയ്യിലല്ലോ, കറണ്ട് അല്ല. അപ്പം അത് ചില ടെക്നിക്കൽ പ്രോബ്ലം വന്നു. അത് നമുക്ക് സംഘടനകളെ തിരുത്തുകയും ചെയ്തു. അപ്പം നമുക്കിനി നന്നായിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം, അല്ലേ?
അപാകതകൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് രക്ഷിതാക്കൾ മത്സരം തുടരാൻ അനുവദിച്ചത്. ആദ്യം മത്സരിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തലയോലപ്പറമ്പിലെ ഡ്രീം വിപണനമേള ശ്രദ്ധേയമായി. സവിശേഷ സിദ്ധിയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. CK ആശ MLA വിപണനമേള ഉദ്ഘാടനം ചെയ്തു. സവിശേഷ സിദ്ധിയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനുള്ള സംരംഭമാണ് വൈക്കം BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡ്രീം എന്ന പദ്ധതി. ഇതിൽ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾ, കേശാലങ്കാര ഉൽപ്പന്നങ്ങൾ എന്നിവയുണ്ട്. രക്ഷിതാക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകി അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് കോട്ടയം ജില്ലാ കലോത്സവ വേദിയുടെ സമീപം പ്രവർത്തനം ആരംഭിച്ച ഡ്രീം എന്ന സ്റ്റാൾ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. വൈക്കം BRCയുടെ കീഴിൽ ഒരു തനത് പ്രവർത്തനമായിട്ട് നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പേരൻസിന് ഒരു 10 ദിവസം നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്കൊരു ട്രെയിനിങ്ങിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ സ്റ്റാളായിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. BRCയുടെ കീഴിൽ ഈ വിഭാഗം കുട്ടികളുടെ ഉന്നമനത്തിനായി വൈവിധ്യമാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ ഈ ഒരു സ്റ്റാൾ ഇടാനായിട്ട് നമ്മളെ സഹായിച്ചത്. ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ അവരുടെ സ്കില്ല് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ നമ്മുടെ വൈക്കം BRCയിൽ ഏറ്റെടുത്ത് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെയും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സമഗ്ര ശിക്ഷ കേരളം കോട്ടയം വൈക്കം BRC ആണ്. ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം CK ആശ MLA നിർവഹിച്ചു. ആദ്യ വിൽപ്പന SSK കോട്ടയം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിനു എബ്രഹാം വൈക്കം ടൗൺ GLPS ഹെഡ് മിസ്ട്രസ് ഷാലിമുൾ ടീച്ചറിന് നൽകി നിർവഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സന്തോഷ് PS, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിൻസി മോൾ KR എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ 4ാം വേദിയായ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് സമീപമാണ് ഡ്രീം സ്റ്റാൾ തുറന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരശുരാം എക്സ്പ്രസിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ 2 പേരെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. യാത്രക്കാരോട് കയർത്ത പ്രതികളെ തടയാൻ ശ്രമിച്ച പോലീസുകാരെയും പ്രതികൾ ആക്രമിച്ചു. കന്യാകുമാരി നെയ്യാറ്റിൻകര സ്വദേശികളാണ് അറസ്റ്റിലായവർ. പരശുരാം എക്സ്പ്രസിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും യാത്രക്കാരെയും തടയാനെത്തിയ പോലീസുകാരെയും ആക്രമിക്കുകയും ചെയ്ത 2 യുവാക്കൾ പോലീസ് പിടിയിലായി. കന്യാകുമാരി വളവൻകോട് വല്ലബിലാൽ തത്തേപുരം കോളനിയിൽ സ്റ്റെഫിൻ ജോസ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര പുതിയതുറ നെടിയവിളാക പുരയിടത്തിൽ ജോഷുവ വർഗീസ് എന്നിവരെയാണ് റെയിൽവേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SI റെജി P ജോസഫ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്ന പരശുരാം എക്സ്പ്രസിനുള്ളിലാണ് പ്രതികൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. കൊച്ചിയിൽ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇരുവരും. ട്രെയിനിനുള്ളിൽ മദ്യപിച്ചു കയറുകയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇരുവരും പെരുമാറുകയും ചെയ്തതായി യാത്രക്കാർ റെയിൽവേ പോലീസിൽ വിവരമറിയിച്ചു. ട്രെയിനിൽ നിന്ന് യാത്രക്കാരിയായ യുവതിയാണ് തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ വിവരം വിളിച്ചു പറഞ്ഞത്. ഉടൻ തന്നെ കോട്ടയത്തെ ഉദ്യോഗസ്ഥരായ അനിൽകുമാറും അനീഷും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ കയറി. മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. തുടർന്ന് മോശമായുള്ള പെരുമാറ്റത്തെ ചോദ്യം ചെയ്ത യാത്രക്കാരനെ സ്റ്റെഫിൻ ജോസ് മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാറിന് മുഖത്ത് ഇടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തു. ഉടൻ തന്നെ വിവരമറിഞ്ഞ് കോട്ടയം റെയിൽവേ SHO റെജി P ജോസഫ് പ്ലാറ്റ്ഫോമിൽ വിവരമറിയിച്ചു. തുടർന്ന് മറ്റു ഉദ്യോഗസ്ഥർ പ്രതികളെ പ്ലാറ്റ്ഫോമിൽ നിന്നും സാഹസികമായി ഇറക്കുകയും മെഡിക്കൽ പരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. മുഖത്ത് കാര്യമായി പരിക്കേറ്റ അനിൽകുമാറിനെ സ്കാനിങ്ങിന് വിധേയനാക്കി. അറസ്റ്റ് ചെയ്ത ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം CPI ജില്ലാ സെക്രട്ടറി VB ബിനു ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾ ധർണ സമരം സംഘടിപ്പിച്ചു. 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം കളക്ടറേറ്റ് കവാടത്തിൽ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ സർക്കാർ പരിഗണിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വയോജനങ്ങൾക്ക് ഒപ്പമാണെന്നും സർക്കാരിൽ വേണ്ട സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുന്ന സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഏറ്റവും ശക്തമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുവാൻ, അതിന് പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ശക്തമായ സമ്മർദ്ദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെലുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് നേരിട്ട് ബോധ്യമാണ്.
CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചന്ദൻകുളം, സംഘടനാ നേതാക്കളായ DD അപ്പുക്കുട്ടൻ, KK നീലകണ്ഠകുറുപ്പ്, PG സുഗുണൻ തുടങ്ങിയവരും സംസാരിച്ചു. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കണമെന്ന് കൗൺസിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ ഭിന്നശേഷിയുടെ തോതനുസരിച്ച് കാലോചിതമായി വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും മാറ്റി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ലൈഫ് അലവൻസ് ആക്കി മാറ്റി എല്ലാ മാസവും ലഭ്യമാക്കുക. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസകിരണം പദ്ധതിയിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച് കെയർ ഗീവേഴ്സ് അലവൻസ് ആക്കി അർഹരായ എല്ലാവർക്കും മാസം തോറും വേതനം ലഭ്യമാക്കുക. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വിവിധ അവകാശങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് അവരുടെ മാത്രം പരിഗണിക്കുകയോ അല്ലെങ്കിൽ നിലവിലെ കുടുംബ വാർഷിക വരുമാന പരിധിയിൽ കുറഞ്ഞത് 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക. നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് കൂടുതൽ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കളക്ടറേറ്റ് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. DAWF സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 6 കോടി രൂപ കൊടുത്താൽ പോലും അവരുടെ നൊമ്പരങ്ങൾക്കും പ്രയാസങ്ങൾക്കും പകരം വെക്കാൻ കഴിയാത്ത അത്തരം ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അത്തരം ആളുകൾ കൊടുക്കുന്ന 600 രൂപ കുടിശ്ശികയില്ലാതെ വർദ്ധിപ്പിച്ച് അടിയന്തരമായി കൊടുക്കണം എന്നാണ് ഈ സമരത്തിലൂടെ സംഘടന ആവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിതിൻ ജോസ്, സെക്രട്ടറി V ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാരുടെ തിരക്കേറി. ജില്ലയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കടപ്പാട്ടൂരിലെത്തുന്ന ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനും അന്നദാനത്തിനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആയുർവേദ, ഹോമിയോ, അലോപ്പതി ചികിത്സയും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും ലഭ്യമാക്കുന്നുണ്ട്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ക്ഷേത്രാരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ഇവരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാക്കി മാറ്റി. വിഷ്ണുമോഹനം എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതസ്ഥിതിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ശ്രമിക്കുന്നുണ്ട്. കൂടാതെ അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ 9 മണി മുതലും വൈകുന്നേരം 7 മണി മുതലും അന്നദാനം നൽകുന്നു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരമണയും അപ്പവും ഇവിടെ ലഭിക്കും. 2011 ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമാക്കി പ്രഖ്യാപിച്ചിരുന്നു. തീർത്ഥാടകർക്കായി ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡിസ്പെൻസറികളും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കോർണിയയുടെ തകരാറ് മൂലം അന്ധരായ നിരവധി ആൾക്കാരെ നേത്രദാനത്തിലൂടെ കാഴ്ചയുടെ ലോകത്തെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ധന്യതയിലാണ് സക്ഷമ എന്ന സേവന സംഘടന. ഇതിലേക്ക് വേണ്ട അവബോധം പൊതുജനങ്ങളിൽ വളർത്തുന്നതിനായി നടപ്പാക്കുന്ന കോർണിയ അന്ധത്വ മുക്ത ഭാരത് അഭിയാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 1 കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ സമ്മേളനം നടത്തുന്നു. 100 മിഴികളിലേക്ക് പ്രകാശം പകർന്ന ധന്യതയിലാണ് കോട്ടയത്ത് സക്ഷമ. നമ്മുടെ രാജ്യത്ത് 40 ലക്ഷം പേരാണ് കോർണിയയുടെ തകരാറിനാൽ കാഴ്ചരഹിതരായുള്ളത്. അതിൽ 24% പേർ കുട്ടികളാണ്. ഇവരെ കാഴ്ചയുടെ ലോകത്തേക്ക് നയിക്കാൻ നേത്രദാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഒരാളുടെ നേത്രപടലങ്ങൾ ദാനം ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് 2 പേർ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നയിക്കപ്പെടും. ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിനായി 2008 ആരംഭിച്ച് ദേശവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന സേവന സംഘടനയായ സക്ഷമ ഇതിലേക്ക് വേണ്ട അവബോധം പകരുന്നതിനായി CAMBA അഥവാ കോർണിയ അന്ധത മുക്ത ഭാരത് അഭിയാൻ എന്ന ബൃഹത് പദ്ധതിക്ക് രൂപം നൽകി വലിയ പരിശ്രമം നടത്തി വരികയാണ്. ഈ യജ്ഞത്തിന്റെ ഭാഗമായി പടരുന്ന കാഴ്ച, പടരുന്ന നന്മ എന്ന സന്ദേശം പകർന്ന് കോട്ടയം ജില്ലയിൽ മാത്രം സക്ഷമയുടെ പ്രേരണയിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 50 പേരുടെ നേത്രപടലങ്ങൾ ദാനം ചെയ്യപ്പെടുകയുണ്ടായി. മഹത്താർന്ന ഈ പ്രയത്നത്തിന്റെ നിറവിൽ കൂടുതൽ പേരിലേക്ക് നേത്രദാനത്തിന്റെ സന്ദേശം പകരുകയെന്ന ലക്ഷ്യത്തോടെ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് 2024 ഡിസംബർ 1 രാവിലെ 10 മണിക്ക് കോട്ടയം തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ മാസം 1 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ
സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ശ്രീ ബാബുരാജ് സാറും പങ്കെടുക്കുന്ന പരിപാടി, ആ പരിപാടിയുടെ പേര് തന്നെ മിഴിനൂറ് എന്നാണ്. 100 പേർക്ക് കാഴ്ച പകർന്നതിൻ്റെതായിട്ടുള്ള ഒരു ധന്യതയിലാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അപ്പോ ഇരുവരും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം തളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം ഈ നേത്രദാന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ നേത്രദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പൊതുസമൂഹത്തിലേക്ക് ചർച്ച എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. മണ്ണർകാടുള്ള സൈനിക വിശ്രമ കേന്ദ്രത്തിലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാർ, ആശ്രിതർ എന്നിവർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ 30 വൈകിട്ട് 5 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ 048123718187. MG സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആൻഡ് റിസർച്ച് ഇൻ ബേസിക് സയൻസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവിൽ കരാർ നിയമനത്തിന് വാക്കിംഗ് ഇന്റർവ്യൂ ഡിസംബർ 16 രാവിലെ 11 നടക്കും. യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വിഷയത്തിലോ കുറഞ്ഞത് 60% മാർക്കോടെ MSc. പ്രായപരിധി 45. LCAI വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റ് സംവരണ വിഭാഗക്കാരെയും ഇവരുടെ അഭാവത്തിൽ ഓപ്പൺ കാറ്റഗറിക്കാരെയും പരിഗണിക്കും. റബ്ബർ ബോർഡിലെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിവിഷന്റെ കീഴിലുള്ള സെൻട്രൽ ക്വാളിറ്റി കൺട്രോൾ ലാബോറട്ടറിയിൽ അനലിറ്റിക്കൽ ട്രെയിനികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. അപേക്ഷകർക്ക് രസതന്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ പോളിമർ ടെക്നോളജിയിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. 60% കുറയാതെ മാർക്കും ഉണ്ടായിരിക്കണം. 2024 നവംബർ 1 25 വയസ്സ് കവിയരുത്. താൽപ്പര്യമുള്ളവർ ഡിസംബർ 6 രാവിലെ 10 പുതുപ്പള്ളി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ജോയിന്റ് ഡയറക്ടറിന്റെ മുമ്പിൽ ഹാജരാകണം. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫോൺ 0481235311. സൗത്ത് പാമ്പാടി പുളിമൂട്ടിൽ മത്തായി മർക്കോസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മല്ലപ്പള്ളി ചെങ്കല്ലുള്ളതായ സെൻട്രൽ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തലയോലപ്പറമ്പിൽ അരങ്ങുണർന്നു. നാടോടി നൃത്തവേദിയിൽ രക്ഷിതാക്കളും സംഘാടകരും തമ്മിൽ വാക്കേറ്റം. കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. പരശുരാം എക്സ്പ്രസിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കന്യാകുമാരി, തിരുവനന്തപുരം സ്വദേശികൾ. പ്രതികളെ റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയത്ത് വയോജനങ്ങൾ ധർണ നടത്തി. വയോജനങ്ങളുടെ ആവശ്യങ്ങളെ സർക്കാർ പരിഗണിക്കണമെന്ന് VB ബിനു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.